മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് യു.ഡി.എഫ് സർക്കാരിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്ത്. ഭൂമിയുടെ വിലനിർണ്ണയം മുതൽ ഭരണാനുമതി വരെ നൽകിയത് യു.ഡി.എഫ് കാലത്താണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തുവന്നത്. സ്ഥലം ഏറ്റെടുക്കാൻ 25 കോടിയുടെ ഭരണാനുമതി നൽകിയതും യു.ഡി.എഫ് സർക്കാരാണെന്ന് രേഖ തെളിയിക്കുന്നു. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് യു.ഡി.എഫ് സർക്കാരിന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് അന്നത്തെ വിസിയായിരുന്ന എ ജയകുമാർ ചീഫ് സെക്രട്ടറിക്ക് എഴുതിയ 2 കത്തുകൾ. ആദവനാട്ടെ ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാങ്ങാട്ടേരിയിലെ നിലവിലെ ഭൂമി യു.ഡി.എഫ് സർക്കാർ കണ്ടെത്തുകയായിരുന്നു. മാങ്ങാട്ടേരിയിലെ 6.80 ഏക്കർ ഭൂമി അന്നത്തെ തിരൂർ എം.എൽ.എ. സി മമ്മൂട്ടിയാണ് വിസി എ ജയകുമാറിന് കാണിച്ചു കൊടുത്തത്. ജയകുമാർ ചീഫ് സെക്രട്ടറിക്ക് ഭൂമി സംബന്ധിച്ച് കത്തയക്കുന്നു. 2014 ജൂൺ 2 എഴുതിയ കത്തിൽ നേരത്തെ പറഞ്ഞ 6 ഏക്കറിന് പുറമെ 4 ഏക്കർ കൂടി ചേർത്ത് 11 ഏക്കർ ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സമാനമായ കത്ത് കളക്ടർക്കും നൽകി. പിന്നീട് സർക്കാർ ചുമതലപ്പെടുത്തിയ തഹസിൽദാർ സ്ഥലം സന്ദർശിച്ച് 17.78 ഏക്കർ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുകയായിരുന്നു. 2014 സെപ്റ്റംബർ 12 കളക്ടറുടെ നേതൃത്വത്തിൽ വില നിർണ്ണയ സമിതി ചേർന്ന് ഈ ഭൂമിയുടെ വില 1,70,000 രൂപയായി നിജപ്പെടുത്തിയെന്നും കത്തിൽ പറയുന്നു. തുടർന്ന് ജയകുമാർ അധ്യക്ഷനായ ടെക്നിക്കൽ കമ്മിറ്റി ഭൂമി സന്ദർശിച്ച് ബെഞ്ച്മാർക്കിന്റെ ഭൂമിയേക്കാൾ മെച്ചപ്പെട്ടത് മാങ്ങാട്ടേരിയിലെ ഭൂമിയാണെന്ന് തെരഞ്ഞെടുക്കുകയായിരുന്നു. 2015 സെപ്റ്റംബർ 23 ഭൂമി ഏറ്റെടുക്കാനുള്ള 25 കോടിയുടെ ഭരണാനുമതി യു.ഡി.എഫ് സർക്കാർ നൽകിയതായിട്ടും ഈ കത്ത് തെളിയിക്കുന്നു. കൂടാതെ ഈ ഭൂമി തരം മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൃഷിവകുപ്പ് ആരംഭിക്കുകയും ചെയ്തെന്നും കത്ത് തെളിയിക്കുന്നു. റിപ്പോർട്ടർ, തിരൂർ.